ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൊറേ ദിവസമായി കൂട്ടുകാരെ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ കുഞ്ഞു പാചകവും ഒക്കെ കാണിച്ചിട്ട് കൊറേ ദിവസമായി. അപ്പൊ ഇന്ന് വിചാരിച്ചു എന്നും ട്രാവൽ അല്ലേ, ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടില് ഞങ്ങളുടെ വൈകുന്നേരത്തെ എന്റെ പാചകം ഫുഡാവാം എന്ന് വിചാരിച്ചേട്ടാ. അപ്പം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അത് വഴിയെ കാണിക്കാം. അപ്പൊ അതാ ഞങ്ങള് ക്രിസ്മസ് ആയിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. വീട്ടിലാണ് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലൈവില് വരാതെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പുൽക്കൂടൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിന് മുറ്റം നിറച്ച് വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പുൽക്കൂട്, മീനുക്കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു പുൽക്കൂട് ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളാണ്, എല്ലാം കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ ആകെ ഒരു സ്റ്റാർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ കാണുന്ന സ്റ്റാർ, ഈ സ്റ്റാർ, ആ സ്റ്റാർ ഇത് മാത്രമേ പുതിയതായിട്ട് നമ്മുടെ പുൽക്കൂടിൽ, ബാക്കി എല്ലാം പഴയ സാധനങ്ങൾ പഴയതാണ് കേട്ടോ. അപ്പോഴേ നമ്മള് ബാക്കി നമുക്ക് ഇനിയിപ്പം നമ്മളെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോഴേ വാ പോയിട്ട് അടുക്കളയിലോട്ട് പോവാം. എവിടെ പോകാൻ ഞാനാണ് പോണ കേട്ടോ അടുക്കളയിലോട്ട്. ഇന്നത്തെ മൊത്തം എന്റെ വകയും. അപ്പോൾ പോരാട്ടത്തിൽ ഇന്ന് നമ്മുടെ കാന്താരി മുളക് പറിക്കാണ് കേട്ടോ. കാന്താരി മുളക് കുറച്ച് മതി, അതായത് ഇത്രയും കാന്താരി മുളക് പറിച്ചു. അപ്പോൾ ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മരിച്ചിനെയാണ് കേട്ടോ. ഒരു മരിച്ചിനെയാണ് നമ്മളെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. നമ്മൾ മരിച്ചിനി തോട് കളയാൻ പോവുകയാണേ. കാട്ടിയുണ്ട് ഇത് എല്ലാവരെയും ഞാൻ വേണ്ട വാങ്ങിച്ചതാണെന്നുള്ളതാണ് ഭയങ്കര കട്ടി. അപ്പം നമ്മളിതാ എല്ലാം തോട് കളഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിനെ അരിയണം. നമ്മളിത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ടായതുകൊണ്ട് ഇത്രയും മതി, അതാണ് ഇത്ര എടുത്തത് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ചെറിയ പീസുകളാണ്. അടുത്ത് ഇനി ഇത് കഴുകണം. കഴുകി കേട്ടോ. ഇത് 2 വെള്ളമൊക്കെ കഴുകണം കേട്ടോ. 2 വെള്ളം കഴുകിയതിന് ശേഷം തോർത്താൻ വേണ്ടി വയ്ക്കുകയാണ്. വെള്ളമെല്ലാം മാറ്റാൻ വേണ്ടി തോർത്താൻ വെച്ച്. അപ്പോൾ ഇനി ഇതിനാവശ്യത്തിനുള്ള ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച്, ഇപ്പോൾ ഞാൻ ഇതിൽ 1 കപ്പ് വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ. 1 കപ്പ് വെള്ളം എന്തായാലും മുങ്ങാൻ പരുവത്തിന് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കണം. അപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ വേണ്ടി ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ലൈറ്റർ കത്തിച്ചിട്ട് ലൈറ്റർ കത്തിച്ച് ഇതിലോട്ട് വച്ച്. ഓക്കെ, പിന്നെ ഇത് ഒന്ന് വേവിക്കാൻ പറ്റും. നമുക്കിതിൽ ഇത്തിരി ഉപ്പ് കൂടി ഇടണം കേട്ടോ. ഇത്തിരി കൂടി ഉപ്പും കൂടി ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ നമ്മളത് ഉപ്പും കൂടി ഇടണേ. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. മരിച്ചിനോടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതെ, ചമ്മന്തിയിലോട്ട് പോവാം. പിന്നെ ഉള്ളത് കാന്താരിയോളം. ഇത് നമ്മൾ എരി വളരെ കുറച്ച് മതി, അതാണ് നമ്മൾ കാന്താരിയോളം ഇത്ര എടുത്തത് കേട്ടോ. അതെ, സവാളയും കാന്താരിയോളവ് പിന്നെ ഇത്തിരി ഉപ്പ് ഒക്കെയാണ് വേണ്ടത്. അതെ, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതാ മുളക് ഓരോന്നും ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇതിന്റെ ഈ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടിടണം. അപ്പൊ ഇതിന് സവാള ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞിടാല്ലേ. സവാള ചെറുതായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ഇത് മുളകിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് അരകല്ല് ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ അരകല്ലില്ലാത്തതുകൊണ്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇന്ന് മൊത്തം പണി ഞാനാണ് കേട്ടോ. നമ്മുടെ വാവച്ചി ഇന്ന് റെസ്റ്റാണ്, വരുന്നില്ല. പിന്നെ
വെച്ചിട്ടുണ്ട്. മരിച്ചിന് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഇത് മതിയാ മേനോട്ടി? നിനക്ക് സവാള വേണോ? ഇതുകൂടെ മതിയല്ലേ? അതെ, ഇത്തിരി മതി. അപ്പൊ സവാള ഇത് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. അപ്പൊ ഇതൂടെ വേണോ? അപ്പൊ നമുക്ക് ഇതുകൂടെ എടുക്കാം. അത് ഇപ്പൊ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടാ. നമ്മളിതിന് തേങ്ങയൊന്നും ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിനെ ഇനി അരച്ച് നല്ല ഒരു ചെറിയൊരു മിക്സ്. അപ്പം നമ്മളിതാ സവാള ഇതും കൂടെ ഉള്ള മിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഇതാ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എരി കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, മരിച്ചതിന് ഇവിടെ കിടന്ന് തിളച്ചോണ്ടിരിക്കുകയാണേ. ഇതാ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, സവാളയും കാന്താരി മുളകും ഉപ്പും വെളിച്ചെണ്ണയും കേട്ടോ. ഇപ്പോൾ മരിച്ചിരി വെന്തോ എന്ന് നോക്കുകയാണ് കേട്ടോ. മരിച്ചിരി വെന്തോ എന്ന് നോക്കി ഇതാ എടുത്ത് അടിപൊളി കേട്ടോ. ഇതാ വെന്ത് കേട്ടോ, സെറ്റായി. അങ്ങനെ മരിച്ചിനി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു ഐറ്റം എന്താണ്, കട്ടനും കൂടെ വേണം, എന്നാലല്ലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പം നമുക്ക് അടുത്ത് കട്ടൻ്റെ ഏർപ്പാട് പോകാം. അപ്പം നമുക്ക് ഇതിനെടുത്ത് മാറ്റിയിട്ട് ഈ കട്ടനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ. കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തോർത്താൻ വയ്ക്കണമേ. നോക്കിയേ, നമ്മുടെ സൂപ്പർ മരിച്ചിനി കപ്പ. നമ്മളിതിൽ തേയിലയും പഞ്ചസാരയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ 3 ഗ്ലാസ് വെച്ചിട്ട് തേയിലയും പഞ്ചസാരയും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതും റെഡിയാവും. തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു വാഴയില പൊടിച്ചിട്ട് തരാം. അപ്പം എന്താ വാഴയില നമ്മൾ എടുത്തിട്ടുണ്ട്, കഴുകി നല്ല വൃത്തിയായി. നമ്മൾ പുറത്തേക്കണല്ലേ, അപ്പം നമ്മളെന്താ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വാഴയില. കട്ടൻ റെഡി ആയിട്ടുണ്ട്. കട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടൻ എന്താ റെഡിയായി, നല്ല തേട ചാട്ടി പൊളിയേറ്റത് ഒഴിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ടൻ കൂടെ എടുക്കാം. യെസ്, അപ്പോൾ അപ്പോൾ നമ്മളെ മരിച്ചിനി ചമ്മന്തി കട്ടൻ, നമ്മളെ 3 പേർക്കുള്ള മരിച്ചിനി ചമ്മന്തി കട്ടനും ആയിട്ടുണ്ട് കേട്ടോ. അതിന് കൂട്ടത്തിൽ കൊണ്ടുവന്ന ഇവിടെ വയ്ക്കാത്തത് അതിന്റെ കൂട്ടത്തിൽ മീനിന് കൊണ്ടുവന്ന ഉഴുന്നോടയും കൂടെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ഉഴുന്നോടാണ്. അപ്പൊ അത് ആ മീനിനും കൂടെ ഉഴുന്നോടണമെന്നുണ്ട്. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഉഴുന്നോടയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കോമ്പിനേഷൻ ഇങ്ങനെ അങ്ങടെ കണ്ടെത്തി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മരിച്ചിനി, നമ്മുടെ കാന്താരി സവാള ചമ്മന്തി. ഇന്ന് നമുക്ക് മരിച്ചിനി ഇങ്ങനെ വെക്കാം. നമ്മൾ അടുത്ത് വെക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിക്ക് വെക്കാം. സാധാരണ നമ്മുടെ സാധാരണ പെട്ടെന്ന് തട്ടിക്കൂട്ടായിട്ട് വെച്ച മരിച്ചിനി കട്ടനും ചമ്മന്തി. നമുക്ക് ചോറില്ലായിരുന്നു, അപ്പൊ ഇത് ഒരു മരിച്ചിനി ഇട്ടിപ്പോ പെട്ടെന്ന് തട്ടിക്കൂട്ടും. നമുക്ക് അടുത്ത് വെക്കുമ്പോ അടുത്ത വേറെ രീതിക്ക് വെക്കാമേ. അതെ അതെ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കിയേ. മീനൂട്ടി എങ്ങനെയുണ്ടെന്ന് പറ. മുളവല്ലേ മീനോട്ടി മുളവെടുത്തില്ലല്ലോ. വാവച്ചി എങ്ങനെയുണ്ട് മുളക് ചമ്മന്തി? സൂപ്പർ, അടിപൊളി. ഉഴുന്നോടെ എടുത്തു. എരിയില്ലേ? നല്ല മധുരമല്ലേ? ആ ശരി, ഓക്കെ. അരഞ്ഞു പോയാ വേണ്ട, കംപ്ലൈന്റ് വേണ്ട പറയണത്. ഇവിടെ ഇരുന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കംപ്ലൈന്റ് പറയണ നോക്കിയാണ്. അടുത്ത് ശരിയാവാൻ വേണ്ടി പറഞ്ഞല്ലേ? ആ ഓക്കെ. അപ്പൊ നമ്മള് ഇനി കട്ടൻ വേണ്ടേ? അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ കുഞ്ഞു വിശേഷവും കുട്ടി പാചകവും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.